ഇതുമായിട്ട് ഹാർഡ് ഫാർമർക്കെതിരെ ഇന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്, രണ്ടുപേരും എടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് എന്താ പറയുന്നത്? എനിക്ക് പറയാവുന്നത് ആ നാട്ടിലെ ഒരു മൊത്തം വികാരത്തിൻ്റെ പ്രശ്നമായിരുന്നു ഇത്. ഹാർഡ് ഫാർമർ ചാനലല്ലാതെ അത് മാത്രമല്ല പല ചാനലുകാരും അവിടെ വരുവാൻ പല ആളുകളുടെയും ബൈറ്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ നാട്ടുകാരുടെ മൊത്തം ഒരു വികാരമാണത്. അതിനെ ചാനലുകാർ പുറത്ത് എത്തിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ശരിക്കും ആദ്യം ഈ വിഷയങ്ങളൊക്കെ ഇത്രയും ഇതാക്കിയത് അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പറ്റിയത്. അപ്പം അതിൻ്റെ പേര് കേസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ പലർക്കും പല കേസുകളും കൊടുക്കാൻ പറ്റും. ഞാനടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പല ബൈറ്റുകളും ഞാനടക്കമുണ്ട്. ഞങ്ങളൊക്കെ പറയുന്ന ആ നാട്ടിൽ നിന്നും കിട്ടുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന, അല്ല ആരും എഴുതി തന്നുകൊണ്ടൊന്നുമല്ല. ഞങ്ങളാ നാട്ടിൽ ജീവിക്കുന്നവരും ആ നാട്ടിൽ കിട്ടുന്ന അറിവുകളും എന്തൊക്കെയാണ് പലർക്കും ചിലപ്പോൾ ഇതിന് മുമ്പിൽ ഒന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ആ നാട്ടിലെ വികാരം ഒന്നാണെന്ന് ആ ബോഡി വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമായതാണ്. ഒരാൾ പോലും അവിടെ വീട്ടിൽ പോയി സഹകരിക്കാത്തതൊക്കെ ബോധ്യമായതാണ്. രണ്ടാമത്തെ കാര്യം, അനൂപ് എന്ന് പറയുന്ന ആളിനെ പറ്റി പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞ തെറ്റുകളൊന്നും ചെയ്തില്ലായിരിക്കാം, പക്ഷേ ഈ നോബിയുടെ ഒരു കമ്പനി ആയിരിക്കും. ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ പുള്ളി തെറ്റ് ചെയ്തതൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നോബിയുടെ കൂടെ എന്നും ആ പല പ്രാവശ്യമായിട്ട് മദ്യപിക്കുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അനൂപ് ഒരു സുഹൃത്തെന്നുള്ള രീതിയിലും വേണമെങ്കിൽ അനൂപിന് ഈ വിവരങ്ങൾ അറിയാമായിട്ട് വേണമെങ്കിൽ നിർത്തി നോബി അങ്ങനെ ചെയ്യരുതെന്ന് പറയാമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉള്ള വിവരങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അത് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ തുറന്നു കാട്ടാമെന്ന് പറയാണ്ടാണ് ഞാൻ സമീപിച്ചത്. അതെ. അപ്പൊ അദ്ദേഹം അതിനൊരു താല്പര്യം മാറുക ചെയ്തു. ഇതിനറിയോ, സമൂഹത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ മരിച്ചുപോയ ഷൈനിയേക്കാൾ കൂടുതൽ ഇനിയും ഒരുപാട് പേര് അങ്ങനെ സമൂഹത്തിലുണ്ട്. എല്ലാവരും ഈ പറയുന്ന ഷൈനിക്ക് ചുറ്റുമുള്ള ആളുകളെയാണ് കുറ്റം പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല, പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായി ഞാൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല. പക്ഷേ ഇത് ഷൈനി പുറത്തു പറയാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, ഷൈനി ഒരു മനുഷ്യരോട് പോലും പറയുന്നില്ലായിരുന്നു. അങ്ങനെ പല വീടുകളിലും സഹിച്ച് കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സന്ദേശം കൂടിയാണ്. അതായത് പഞ്ചായത്തിലെ വാർഡ് അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതിയുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെ അറിയിക്കാം. അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഷൈനി പോലും മനസ്സ് തുറന്ന് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം ഒഴിവാകുമായിരുന്നു. മുഴുവൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? ആരെയും മോശമാക്കാനോ കൊള്ളരാക്കാനല്ല, മറിച്ച് സമൂഹത്തിലൊരു തിന്മ നടക്കുമ്പോൾ ആ തിന്മയെ, ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്ക് ആരെങ്കിലും വേണ്ടപ്പെട്ട 3-4 പേരോട് പറഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ അതിന് പ്രതിവിധി ഉണ്ടാവും. അപ്പം പെട്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാറിപ്പോവും. അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് ചാനലുകാർ ഇതിനെ പ്രചരിപ്പിക്കുകയും പിന്നെ അതിന് കാരണക്കാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടാകേണ്ടത് ആരാന്നും ശരി കാരണക്കാരാരാന്നും കണ്ടുപിടിക്കേണ്ടതൊക്കെ നിയമ സംവിധാനങ്ങളുടെ ഭാഗമാണ്. അത് നടക്കട്ടെ. പക്ഷേ ആ നാട്ടിൽ നമ്മുടെ നാട്ടിലെ സംവിധാനം അനുസരിച്ച് ചുറ്റുപാടും താമസിക്കുന്ന ആളുകൾക്ക് കൂടുതലായി അറിയാം. പലരും ഈ പറഞ്ഞതുപോലെ ഇപ്പം അനൂപിൻ്റെ കാര്യം പറഞ്ഞു, കേസ് കൊടുത്തു, അതിനിവിടെ അവർ വരേണ്ട വന്നു, ചാനലുകാർ വരേണ്ട വന്നു. അങ്ങനെ പലരും അതിന് തയ്യാറാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് സത്യത്തെ മൂടി വെക്കാനും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഉത്തരവേ ഉള്ളൂ, ഇതൊരു സന്ദേശമാണ്. ഇതിങ്ങനെ ആളുകൾ വീട്ടിൽ കഴിയുന്നവരും ബുദ്ധിമുട്ടുന്നതുമായ ആരെങ്കിലും അവർ ഇതുപോലെ പൊതുജനത്തോട് ആരുടെങ്കിലുമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സെൻറ്ററിൽ പോയി, അല്ലെങ്കിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പോയി കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ദുരന്തം ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന അനൂപിൻ്റെ കാര്യം പറഞ്ഞതും ശരി, കുടുംബക്കാരൻ തന്നെയാണ്, തൊട്ട് ചേർന്ന വീട്ടുകാരനാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആരോപണങ്ങൾ പ്രസിഡന്റ് അറിയാമല്ലോ, ഇദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടെന്ന് പ്രസിഡന്റ് തോന്നുന്നു. അല്ല, അനൂപ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയാവുന്ന ഒന്നിച്ച് ഇവർ മദ്യപിക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല. അനൂപിനെ എനിക്ക് നേരത്തെ പോലെ അനൂപിനെ കണ്ടുപരിചയമൊക്കെ ഉണ്ട്. ഈ അനൂപമായിട്ട് ഒന്നിച്ച് മദ്യപിക്കുക, അത് അനൂപ് മാത്രമായിരിക്കില്ല, ചിലപ്പം ഒരു മദ്യപിക്കുമ്പോൾ പല ആളുകളും കൂട്ടും കൂടിയിരുന്ന് മദ്യപിക്കും. പക്ഷേ അനൂപിൻ്റെ ഒരു റോൾ ഞാൻ മനസ്സിലാക്കുന്നത്, മദ്യപിക്കുമ്പം സ്വാഭാവികമായി നീ ആ ഉപദ്രവം അതറിയാമായിരിക്കും. 100% അനൂപിനെ ഭാര്യയെ മർദ്ദിക്കുന്ന അറിയാമല്ലോ. അത് ഈ പറഞ്ഞതുപോലെ അനൂപിനെ കൊണ്ട് പോലും അത് നിർത്തിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ വരുമ്പം ഫുൾ ടൈം കൂടെയുള്ളയാൾ അനൂപാണ്. അനൂപിനെ കൊണ്ട് പോലും അത് ഒഴിവാപ്പിക്കാൻ പറ്റുമായിരുന്ന കാര്യങ്ങൾ അനൂപ് ചെയ്തില്ല. അതിന് കുറ്റം പറയുന്നത് അയൽവക്കക്കാരെയാണ്. നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല, അല്ലെ പഞ്ചായത്ത് മെമ്പർ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. തൊട്ട് ചേർന്ന് നിൽക്കുന്ന അനൂപും ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്ന നോബിയുടെ വിശ്വസ്തനുമാണ് അനൂപൻ. അപ്പം അനൂപ് പറഞ്ഞാൽ മതിയല്ലോ, എടാ ഇത് ഒഴിവാക്കാം, എന്തിനാണ് നമ്മൾ വെറുതെ വീട്ടിൽ ബഹളം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞെങ്കിൽ അത് നിൽക്കുമായിരുന്നല്ലോ. പെൺകുട്ടികളെ കൊണ്ട് വെള്ളം വരെ കൊണ്ടിരിക്കുക. അതേപ്പറ്റിയൊന്നും എനിക്ക് ഞാനല്ല ബോധ്യം, നേരിട്ട് ഒരു കാര്യത്തിലും ബോധ്യമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന അറിവ്, ഞാൻ അവിടുത്തെ തൊട്ടൊരു താമസക്കാരനായതുകൊണ്ടും വാർഡിൻ്റെ മെമ്പർ ആയതുകൊണ്ടും ഒക്കെ എനിക്ക് പിന്നീട് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിവ് കിട്ടി. പക്ഷെ അതൊന്നും എനിക്ക് നേരിട്ട് അറിയാൻ പാടില്ലാത്തതും രേഖാമൂലം അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അനൂപിന് വേണമെങ്കിൽ ആളെ നോബിയുടെ ഒരു വിശ്വസ്തം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇടാവി ആ വീട്ടിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന് പറയാമായിരുന്നു. അത് പറഞ്ഞെങ്കിൽ നോബി കേൾക്കുകയും ചെയ്തേ. എനിക്ക് എൻ്റെ ഒരു അറിവനുസരിച്ച് അങ്ങനെയാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അതിന് നോബിന് നിരന്തരമായി നോബി ആ പരിപാടി അങ്ങ് നിർത്ത്. നമുക്ക് മദ്യപിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അതല്ല വീട്ടിൽ വെച്ച് മദ്യപിക്കുന്നതിന് ഈ പുള്ളിക്കാരത്തി ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കിയായിട്ടൊന്നും എനിക്കറിയില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ പേര് പിന്നെയും കൂടെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഒരു 150 കേസ് കൊടുക്കണം. എനിക്കത് അറിയാമല്ലോ, പല ആളുകളും വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്തിട്ടും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെട്ടിട്ട് ഒരുപാട് മെസ്സേജുകൾ ഒരു വ്യക്തിയെ ആണ് പറയുന്നത്, ഒരു വ്യക്തിയാണ് പറയുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ യാതൊരു തെറ്റും ചെയ്യാത്ത, ഒരു 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 രീതിയിലും ഒരു തെറ്റും ചെയ്യാത്ത, പക്ഷേ അദ്ദേഹം പോലും എനിക്കെതിരെ ഇടുന്നത് വളരെ മോശമായിട്ട് രീതിയിലാണ്. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിന് പല കേസുകളുണ്ട്, അതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. അതിപ്പോഴും ഞാൻ അതിന് പറയുന്നു. ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, നിങ്ങൾ വാ, നമുക്ക് എന്തെങ്കിലും നീതി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കൂടെ ഞാൻ നിൽക്കാം. പക്ഷേ അതിന് എന്നെ മോശക്കാരനായി ചിത്രീകരിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു പൊതുപ്രവർത്തനമാണ്. അദ്ദേഹം ജഡ്ജിമാരെ മുതൽ പലരെയും അദ്ദേഹം കുറ്റക്കാരാക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. ജഡ്ജിമാർ മുതൽ കളക്ടർ മുതൽ എല്ലാവരും. ആ കൂട്ടത്തിലൊരാളാണ് ഞാൻ. കാരണം ഞാനൊരു പൊതുപ്രവർത്തനമാണ്. എൻ്റെ പേര് കൂടുതൽ അദ്ദേഹത്തിന് ഇറക്കാൻ പറ്റും. എനിക്ക് എന്ത് ഇത് കിട്ടിയാലും ദൈവം അനുകരിച്ച് 2000 മുതൽ ഞാൻ ഫുള്ള് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതും ജനപ്രതിയായിട്ട് നിൽക്കുന്ന ആളാണ്. എൻ്റെ ജനം എന്നെ അംഗീകരിക്കുന്ന എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. ഈ ഒരു വ്യക്തി ആദ്യം കൽക്കട്ടയിലും പിന്നെ അത് കഴിഞ്ഞ് പോയി നേപ്പാളിലും അദ്ദേഹത്തിന് 5 നമ്പറുകൾ ഇവിടെ പരസ്യം ചെയ്തു. ഞാൻ 5ലും വിളിച്ചു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാനായിട്ട് ഞാൻ വാട്സപ്പ് വിട്ടു. ഞാൻ ചെയ്തത് തെറ്റെന്താണെന്ന് നിങ്ങൾ പറയൂ. ഷൈനിയെ ഞാൻ നോക്കിയാൽ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞതിന് ചരിത്രം ചാനലുകാരോട് ഞാൻ പറയുന്നില്ല. കാരണം അത് നമുക്ക് എല്ലാവർക്കും ഇവിടെ പരസ്യമായതാണ്. ഒരു മനുഷ്യനോട് പറയാത്ത ഷൈനിയെ ഞങ്ങൾ എങ്ങനെ പോയി രക്ഷിക്കും? ഇദ്ദേഹം ഉണ്ടായിരുന്നു, ആ കുടുംബക്കാരനാണ്, അദ്ദേഹത്തിന് രക്ഷിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അത് ചെയ്തില്ല. അപ്പം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വ്യക്തിപരമായി നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നെ പല കാര്യങ്ങളും അല്ല പറയട്ടെ, കേസ് വരുന്നതൊന്നും ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ലോകത്തിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് വിളിച്ചാൽ കിട്ടാത്ത നമ്പരും അല്ലെങ്കിൽ ആധികാരികമായ നമ്പരും ഒന്നും അല്ലാതെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഒന്നും ആർക്കും വിടാം. ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഇവിടെ വരട്ടെ. ഞാൻ പറഞ്ഞ അദ്ദേഹം നീതിമാനാണെങ്കിൽ അദ്ദേഹം തുടരെ വന്ന് ഇതിനെയൊക്കെ നിയമപരമായി നേരിടണം. അതിന് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആരെയോ കൊണ്ടുവന്ന് താമസിപ്പിച്ചു, അവരവരുമായിട്ട് പ്രശ്നമുണ്ടായി, അതിനകത്ത് വാർഡ് മെമ്പർക്ക് എന്ത് ചെയ്യാനാണ്? അദ്ദേഹം വീണ്ടും പറയുന്നത് ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കണത്? ഞാൻ അവരുടെ അടുത്തേക്കേ പോകാറില്ല. ആകെപ്പാടെ എൻ്റെ അടുത്ത് പഞ്ചായത്തിൽ നിന്ന് നമ്പർ വേണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് നിയമപരമായിട്ട് നമ്പർ കിട്ടത്തില്ല. ഇത്രയുള്ള ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ. കൂടുതൽ നമ്പർ കൊടുത്തിട്ടുമില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നല്ലതിന് വേണ്ടിയല്ല. ആരെങ്കിലുമൊക്കെ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പിണക്കം നമ്മളോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹം അവരെ അവിടെ കൂടെ നിൽക്കുക, താമസിപ്പിക്കുക. ഈ പറയുന്ന മാംസക്കച്ചവടം നടത്തുക എന്ന് പറഞ്ഞ ബിന്ദു അവിടെ ഒന്ന് താമസിക്കുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. നിർത്തിക്കാമായിരുന്നു, പരാതി കൊടുക്കാമായിരുന്നു, ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാണ് ഞാനെന്താ അതിനകത്ത് കയറി ഇടപെടണം? അപ്പം ഞാൻ പറയുന്നത് ഇത് സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു സ്വാധീനമുണ്ട് എന്നുള്ളത് സത്യമാണ്. ചാനലുകൾക്കും പ്രാധാന്യം. പക്ഷേ അതൊക്കെ മോശമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ചിത്രീകരിക്കും. ഇപ്പം അനൂപിൻ്റെ കേസ് തന്നെ പറഞ്ഞു. അനൂപിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഞാനും കണ്ടതാണ്. അത് ഞാനും കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനോട് കൂട്ടി ആഴ്ചയിൽ പോയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ വൈഫ് മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കവളൊക്കെ വീർത്തിരിപ്പുണ്ട്. ചോദിക്കുമ്പോൾ ഷൈനി പറയുന്നത് വലുതാനിയാന്ന് പറയും. അപ്പം അതിനകത്തൊരു പിന്നെ ഇനി ചെയ്യട്ടെ. ഇത് നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിയമപരമായിട്ട് പോട്ടെ. അപ്പം കാട് ഫാർമർക്കെതിരെയും അടുത്ത അയൽവാസിയായ സ്ഥിതിക്കെതിരെയൊക്കെ കേസ് വന്നിരിക്കുകയാണ്. അപ്പം പ്രസിഡന്റ് ഇവർക്ക് കൊടുക്കാൻ മെസ്സേജ് അല്ല, എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചാനലുകളിലും അല്ലെങ്കിൽ മാധ്യമ രീതിയിൽ ഒരു വലിയ സജീവമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ആദ്യമൊക്കെ അതിൽ നിന്ന് മാറി നിന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ മറുനാടൻ മലയാളി പോലെയുള്ള പ്രസിഡന്റ് മുങ്ങി നടക്കുവാന്നും പ്രസിഡന്റ് അതിനകത്ത് ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാധ്യമങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നാട്ടിലും വീട്ടിലും ഇപ്പം നിങ്ങളറിയാം, നിങ്ങളൊരു ചാനലുകാരാണ്, നിങ്ങളും പോയി പലയിടത്തും പോയി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഒരാൾ പറയുന്ന കാര്യമാണ്, അല്ലാതെ രേഖാമൂലം വരെ എഴുതി തരുന്ന കാര്യമല്ല. നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി എന്താണെന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായി ആ പ്രദേശവാസികളും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കണം. ഇപ്പം ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ അതിന് തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ ഷൈനോട് ചേർന്ന് ചേരി കുടുംബവുമാണ്, അടുത്ത ബന്ധുക്കാരുമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇതുപോലെ ചാനലുകാർ പോയി ചോദിച്ചു. അദ്ദേഹം അതിൻ്റെ മറുപടി പറഞ്ഞു. ഇനി അതാ സിജി അതിൻ്റെ മറുപടിയും പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതുപോലെ അത് ഭയങ്കര വലിയ തെറ്റാണ് എന്ന് പറയാനൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവൻ പറയട്ടെ, അവൻ മദ്യപാനത്തിന് കൂടുതൽ നിൽക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോലും പള്ളിയിൽ കയറി വന്നപ്പോൾ അനൂപിനെ പിടിച്ച് മാറ്റി നിർത്തി. കാരണം അനൂപ് എന്ന് പറയുന്ന അന്നൊരു ചർച്ചാ വിഷയമായ ആളാണ്. ഈ നോബിയായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ളവനും നോബിയായിട്ട് മദ്യപാന സംഘത്തിൽ ആളുള്ളവരാണ്. പള്ളിയിലത്തെ സ്ഥിതി ഒന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവൻ ആ കൂട്ടത്തിൽ സജീവമായി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. വെറുതെ ആളുകൾ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ ഞാനങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു, മാറ്റി നിർത്തി എന്നുള്ള ആളാണ്. ഞാൻ ചെയ്ത ആളത്. കാരണം അവിടെ ആ കൊച്ചിന് നേരെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചിനോടൊന്നും പറയരുത്. അതുപോലെ അനൂപിനോട് പറഞ്ഞു, നീ അനൂപെ അങ്ങ് മാറി നിൽക്കും, നീ അങ്ങ് മാറി നിന്നോ, പ്രശ്നം തീർന്നില്ലേ, അവിടെ വേറെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. അപ്പോൾ എന്ന് ഞാനും പറഞ്ഞ ആളാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആളുകൾ പല രീതിയിലും പല സംസാരങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയേ പറയാവുള്ളൂ. പക്ഷേ അതിനൊരേ കേസ് എന്ന് പറഞ്ഞപ്പോൾ ആർക്കും കൊണ്ട് കേസ് കൊടുക്കാമല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോയി ആ നാട്ടിൽ പോയി എന്ന് ചോദിക്കട്ടെ, സത്യസന്ധമായി ഒന്ന് അന്വേഷിക്കട്ടെ. പക്ഷേ ചിലപ്പോൾ പോലീസിനോട് അതുകൊണ്ട് പറഞ്ഞു തരുന്ന ശരിയാ.
ഷൈനി മരിക്കാനൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളത് നിയമത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് ആരെങ്കിലുമൊക്കെ സഹായിച്ചെങ്കിലേ അവർക്ക് നിയമം ആ വഴിക്ക് പോകാൻ പറ്റും. ഇപ്പോൾ തൊട്ടടുത്ത് ബിജുവിൻ്റെ കൊലപാതകം നടന്നു. അതിനെ നാട്ടുകാരിൽ നിന്നൊക്കെ മൊഴിയെടുത്ത് പലയിടത്തു നിന്നും കിട്ടിയപ്പോഴാണല്ലോ ബിജുവിനെ പിടിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങിയ അല്ല, ജോമാനെ പിടിക്കാൻ പറ്റുന്നത് ബിജുവിനെ കൊന്നതിൻ്റെ ബിജുവിൻ്റെ മരണശേഷം പല ആളുകളുമായിട്ട് സംസാരിച്ച് നോക്കി അങ്ങനെയൊക്കെയാണ് അവിടെ എത്തിയത്. അങ്ങനെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം ശരിയാണ്, ഈ അനൂപ് വലിയ വെള്ളരായ്മയൊന്നും ചെയ്തിട്ടുള്ളൊന്നുമില്ല. അവരുമായിട്ട് ഒന്നിച്ച് മദ്യപിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ ഒരു കൂട്ടുകാരനായിരുന്നു. അതിൽ വെച്ച് പുള്ളിയുടെ റോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ നോബിയനെ വേണമെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഞങ്ങൾക്ക് ആരെക്കാളും കൂടുതൽ സ്വാധീനം, നോബിയുടെ ഫാദറിനേക്കാളും കൂടുതൽ സ്വാധീനം ഈ അനുഭവമായിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നിച്ച് മദ്യപിക്കുമ്പോൾ അറിയാമല്ലോ, അതിനൊരു പ്രത്യേക ബന്ധമാണ്. അത് ഒരു ദിവസമല്ല, നിരന്തരം ഒന്നിച്ച് മദ്യപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ അവനെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസാന ദിവസം അവിടെ മർദ്ദിക്കുമ്പോഴും അനുഭവ വീട്ടിൽ അവർ പുറത്തിരുന്ന് മദ്യപിക്കുമായിരുന്നു. മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതറിയില്ല. പക്ഷേ അത് വീട്ടിൽ അകത്ത് കയറിയാണ് മർദ്ദിച്ചത്. എന്താണെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവ എന്നടാ പോട്ടെ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ എല്ലാവർക്കും ഉണ്ടല്ലോ. അതിനെ പ്രോത്സാഹിപ്പിക്കുമല്ലോ ചെയ്യാം. അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അത് കണ്ടില്ല എന്നടിക്കുന്നതും തെറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഒരു തെറ്റ് കണ്ടാൽ കണ്ടില്ല എന്നടിക്കുന്നതും തെറ്റാണ്. അപ്പം അത് ആ രീതിയിൽ അനൂപിന് ചെറിയ റോളുണ്ട്. അല്ല പിന്നെ അനൂപ് ഒരു സാമൂഹിക വിരുദ്ധരാണെന്നോ അല്ലെ അനൂപ് അതിനകത്ത് വലിയ കൊള്ളക്കാരാണെന്നോ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹവും പറഞ്ഞത് അത്രേ ഉള്ളൂ. അനൂപൊക്കെ ആയിട്ടിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ ഞാൻ മനസ്സിലാക്കുന്നത്. അനൂപ് അവിടെ കയറി എന്തെങ്കിലും ഇടപെടുകയോ തല്ലുകയോ അടിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.